some important standards. അപ്പോൾ നമുക്ക് ethics എന്ന് മെയിൻലി നോക്കാം. സോ നമുക്ക് ഓൾമോസ്റ്റ് ഒരു ഫ്രം 2018 നോക്കുവാണെങ്കിൽ വി ഹാവ് അറൗണ്ട് ഒരു 12 to 13 ക്വസ്റ്റ്യൻ ഫ്രം ethics in your kit, in your latest kit. സോ അതിൽ നമുക്കൊരു majority important questions എല്ലാം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. Okay, so all of you take out the first question from ethics, which is question number 20. ഒന്ന് ഓപ്പൺ ആക്കി എല്ലാവരും. So the ethics related question ആണ്. So whenever there is an ethics related question, we will be having some accounting issues to be discussed as well. So requirement എന്താന്ന് നോക്കിയേ, discuss the current presentation of the following issues with regards to statement of cash flows. അപ്പോൾ cash flow related ആയിട്ട് accounting issue ആണത്. Apart from that, we have to discuss the ethical issues arising and the actions which Mr. Lennox should take to address them. And finally, there is a provisional marks of 2 marks. അപ്പോൾ ethics question in SBR, you will get a provisional marks as well. So just go through that first exhibit. Exhibit first one ഒന്ന് വായിച്ചിട്ട് അവിടുത്തെ ഒരു ക്യാഷ് ഫ്ലോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ എന്താ നോക്കിയേ. So the 1.1 million net investment, net movement in long-term borrowings and the high interest bank account. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. So just go through that question. Just read the introduction and go through the scenario. And exhibit ഒന്ന് വായിച്ചേ. So അവർ ചെയ്ത മിസ്റ്റേക്ക് എന്താ? So we know that bank loans and lease liability. അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ക്യാഷ് ഫ്ലോ മൂവ്മെന്റ്സ് ഒക്കെ നമ്മൾ നോർമലി ഏത് ഹെഡിന്റെ അണ്ടറിലാണ് കാണിക്കേണ്ടത് ഇൻ അവർ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്? ഈസ് ഇറ്റ് ഇൻ ഓപ്പറേറ്റിംഗ് ഓർ ഫൈനാൻസിങ് ഓർ ഇൻവെസ്റ്റിംഗ്? ഈ ബാങ്ക് ലോണ്, ലീസ് ലയബിലിറ്റി എന്നൊക്കെ പറയുന്നതിന്റെ ക്യാഷ് ഫ്ലോ മൂവ്മെന്റ്സ്, യെസ് വി ഹാവ് ടു ഷോ ഇറ്റ് ഇൻ ഫിനാൻസിങ് അല്ലെ. ബാങ്ക് ലോൺ എടുക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് കൈൻഡ് ഓഫ് ഫിനാൻസ്. ദ സെയിം വേ ലീസിന് സാധനം എടുക്കുക എന്ന് പറയുന്നതും ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ഫിനാൻസിങ് ഓപ്ഷൻ. സോ അവർ കാണിച്ച പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി വി ഹാവ് ടു ഷോ ദ മൂവ്മെന്റ് അല്ലെ. നമുക്ക് ഈ വർഷം വന്ന ഇൻഫ്ലോ എന്താണ്, ഔട്ട്ഫ്ലോ എന്താണ്, ആ ക്യാഷ് ഫ്ലോ മൂവ്മെന്റ് ആണ് നമ്മൾ ഫിനാൻസിങ്ങിനകത്തിലോ അല്ലെങ്കിൽ ഓവറോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് കാണിക്കേണ്ടത്. പക്ഷെ ഇവരെന്താ ചെയ്തേ, ഓപ്പണിങ്ങിൽ നമുക്ക് ടോട്ടൽ ലയബിലിറ്റി എത്ര ഉണ്ടായിരുന്നു ഇൻക്ലൂഡിങ് ബാങ്ക് ലോൺ ആൻഡ് ലീസ് ലയബിലിറ്റി? ഓപ്പണിങ്ങിൽ 31 December 2006 എന്ന് വെച്ചാൽ അവിടുന്ന് ക്യാരി ഫോർവേഡ് ചെയ്ത ബാലൻസ് എത്ര ആയിരിക്കും? 10. ക്ലോസിംഗ് ആയപ്പോഴത്തേക്കും ടോട്ടൽ ലയബിലിറ്റി എത്ര ഉണ്ട് ഇൻക്ലൂഡിംഗ് ലീസ് ലയബിലിറ്റി ആൻഡ് ബാങ്ക് ലോൺ? 21.1. സോ ഇതിന്റെ ഡിഫറൻസ് ഉണ്ടല്ലോ 11.1. അതൊരു സിംഗിൾ ക്യാഷ് ഫ്ലോ ഐറ്റം ആയിട്ടാണ് അവർ ഫിനാൻസിങ് ആക്ടിവിറ്റി കാണിച്ചിരിക്കുന്നത്. അതാണ് പ്രശ്നം. So in the consolidated cash flow, Mr. Lennox reported the net difference between opening and closing balance of 11.1 as a single cash flow, cash inflow from financing activity പോലെ ആണ് നമ്മൾ കാണിച്ചത്. So is that the right way to show it? അല്ല, we should not show it as a single cash flow item. നമ്മൾ 1 by 1 ബാങ്ക് ലോൺ റിഗാർഡിംഗ് ബാങ്ക് ലോൺ, ഇഫ് യു ലുക്ക് ഇൻ ടു ദ ബാങ്ക് ലോൺ പാർട്ട്, ബാങ്ക് ലോണിന്റെ ഈ വർഷത്തെ ക്യാഷ് ഫ്ലോ മൂവ്മെന്റ് എന്താണ്? വാട്ട്സ് എ ക്യാഷ് ഫ്ലോ മൂവ്മെന്റ് ഇൻ ബാങ്ക് ലോൺ? ബാങ്ക് ലോണിൽ ശരിക്കും നടന്ന ക്യാഷ് ഇൻഫ്ലോ അല്ലെങ്കിൽ ഔട്ട്ഫ്ലോ എത്രയാണ് ഈ വർഷം? നമ്മൾ 2.5 million അഡീഷണലി എന്തെടുത്തു? ലോൺ എടുത്തു അല്ലേ. വി ഹാവ് ടേക്കൺ ആൻ അഡീഷണൽ ലോൺ ഓഫ് 2.5. ഓപ്പണിംഗ് 10 ഉണ്ടായിരുന്നു. സോ ഇമീഡിയറ്റ്ലി യു ഹാവ് ടേക്കൺ 2.5. 2.5 നമ്മൾ ലോൺ വീണ്ടും എടുത്തത് കണ്ടോ? ഇസ് ഇറ്റ് ക്ലിയർ എവരിവൺ? അത് മാത്രമാണ് നമ്മൾ ക്യാഷ് ഫ്ലോയിൽ കാണിക്കേണ്ടത്. ദർ ഇസ് എ ഇൻക്രീസ് ഇൻ ലോൺ ഓർ അഡീഷണൽ ഫണ്ട് നമ്മൾ എടുത്തു. അപ്പോൾ അത് ക്യാഷ് ഇൻഫ്ലോ പോലെ നമ്മൾ എവിടെ കാണിക്കും? ഫൈനാൻസിങ് ആക്ടിവിറ്റിയിൽ കാണിക്കും. ക്ലിയർ ആണോ? പക്ഷെ അവർ ചെയ്തത് എന്താ, ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചെയ്തേക്കുവാണ്. അപ്പോൾ സംഭവം കാണുമ്പം ഒരു പ്രസന്റേഷൻ വൈസ് നോക്കുമ്പോൾ യു മേ ഫീൽ ഇസ് ലൈക്ക് എ വെരി ഡിഫറെന്റ് ക്വസ്റ്റ്യൻ, ബട്ട് ഇറ്റ്സ് വെരി സിമ്പിൾ. ഓക്കെ, അപ്പോൾ നമുക്ക് കറക്റ്റ് ലോജിക്ക് അറിഞ്ഞാൽ മതി. സ്റ്റിക്ക് ടു ദ ബേസിക്സ്, ഞാൻ എപ്പോഴും പറയുന്നതാണ്. സോ നമ്മൾ ബേസിക് ആയിട്ടുള്ള നമുക്കറിയുന്ന നോളജ് അപ്ലൈ ചെയ്യാൻ നോക്കുക. സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അവർ അഡീഷണലി ലോൺ എടുത്തിട്ടുണ്ട് 2.5.
So we can show it as an inflow or outflow in our financing activity. It will be an inflow. കാരണം നമ്മൾ ലോൺ എടുക്കുമ്പോൾ കമ്പനിയിലേക്ക് പൈസ ഇങ്ങോട്ട് വരുവാണ്. സോ ദിസ് വിൽ ബി ഷോൺ ആസ് എൻ ഇൻക്രീസ്. ദാറ്റ് ഇൻക്രീസ് ഇൻ ദ ലോൺ വിൽ ബി ഷോൺ ആസ് എൻ ഇൻഫ്ലോ. ഓക്കെ, ഇൻ ദ സെയിം വേ വി ആർ അക്വയറിംഗ് എ സബ്സിഡറി. അപ്പോൾ സബ്സിഡറിനെ അക്വയർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഒരു 1.5 സബ്സിഡറിന്റെ ഒരു ഓൾറെഡി എടുത്തേക്കുന്ന ലോൺ കൂടെ നമ്മുടെ ഇപ്പം ലോണിലേക്ക് ആഡ് ചെയ്തു. പക്ഷെ സബ്സിഡറി ഓൾറെഡി ലോൺ പണ്ടെപ്പോഴും എടുത്തതാണ്. അപ്പം വി ആർ ജസ്റ്റ് ആഡിങ് ഇറ്റ് ആസ് പാർട്ട് ഓഫ് കൺസൾട്ടേഷൻ പർപ്പസ്. ശരിക്കും അങ്ങനെ ഒരു ക്യാഷ് ഫ്ലോ മൂവ്മെന്റ് വന്നിട്ടുണ്ടോ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് 1.5? ശരിക്കും അങ്ങനെ ഒരു ക്യാഷ് ഫ്ലോ മൂവ്മെന്റ് വന്നിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ സബ്സിഡിനെ അക്വയർ ചെയ്തപ്പോൾ അവരുടെ ബുക്സിൽ ഉണ്ടായിരുന്ന ഒരു ലോൺ നമ്മുടെ ഗ്രൂപ്പിലേക്ക് വന്നു എന്നേ ഉള്ളൂ. അപ്പാർട്ട് ഫ്രം ദാറ്റ് ദർ ഇസ് നോ ക്യാഷ് ഫ്ലോ മൂവ്മെന്റ് ഒന്നും ഈ വർഷം നടന്നിട്ടില്ല വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് 1.5. അങ്ങനെയാണെങ്കിൽ ബാങ്ക് ലോണിന്റെ ഭാഗമായിട്ട് വന്ന 2.5 മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? We just need to show it in our financing cash flow. That will be shown as an inflow there. Clear or no? Is it clear, guys? Yes. Yeah. Now with respect to lease liability like we have seen there is a lease payment. So lease payment എന്ന് പറയുമ്പോൾ അതും നമുക്ക് എവിടെ കാണിക്കാം? We can show it under financing cash flow. എത്രയാണ് നമ്മുടെ പേയ്മെന്റ്? How much is the lease payment amount, guys? 0.9 million. 0.9 million. So that 0.9 million will be shown as an outflow in our financing activity because it's a payment. Lease payment ആയിരുന്നു. So that will be shown as a payment. So outflow ആയിട്ട് നമ്മുടെ cash flow statement കാണിക്കുക again under the financing activity. Okay ആണോ? Is it clear everyone? Yeah. Now ആ 8 ഉണ്ടല്ലോ അവരുടെ ബുക്സിൽ കൺസിഡർ ചെയ്ത 8 million വിത്ത് റെസ്പെക്ട് ടു ന്യൂ ലീസ്. അവർ പുതിയൊരു ലീസ് എടുത്തു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അവർക്ക് ഒരു ലീസ് ലയബിലിറ്റി വന്നു, ഒരു 8 million. സോ 8 million അവർ എന്ത് ചെയ്തിട്ടുണ്ട്? They have included in your cash flow statement because net movement ആണല്ലോ അവർ എടുത്തേക്കുന്നത്. So even that is included in our cash flow statement. So ആ 8 million ശരിക്കും ഒരു cash flow movement ആണോ? Is it a cash flow? That 8 million lease liability? Is it a cash flow, guys? എന്താ liability? How will you calculate lease liability? നിങ്ങളൊരു പുതിയ സാധനം ലീസിന് എടുക്കുമ്പോൾ how will you calculate lease liability? Present value of lease payments. Value of future cash flow. അല്ലാതെ ഈ വർഷം നമ്മൾ പേ ചെയ്യുന്ന എമൗണ്ട് അല്ലല്ലോ. So is it a cash flow? ആ 8 million എന്ന് പറയുന്ന ഒരു ക്യാഷ് ഫ്ലോ ആണോ ഈ വർഷത്തെ? ലയബിലിറ്റിയിൽ ഇൻക്രീസ് വന്നു, ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ ക്യാഷ് ഫ്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അത് ഇൻക്ലൂഡ് ചെയ്യണോ? നോ, അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. സോ ഈ ഒരു ഭാഗം നിങ്ങളൊന്ന് ഡിസ്കസ് ചെയ്താൽ മതി. അപ്പോൾ അവർ ചെയ്ത മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇതൊന്നും നോക്കിയില്ല. ഓപ്പണിംഗ് ലയബിലിറ്റി 10 ഉണ്ടായിരുന്നു, ക്ലോസിംഗ് ലയബിലിറ്റി 21.1. ഓക്കെ, അപ്പോൾ 11.1 എന്ത് ചെയ്തു? ഇൻക്രീസ് ആയി. അത്രയും നമ്മുടെ ഫിനാൻസിങ് ആക്ടിവിറ്റിയിലേക്ക് ഒരു ഇൻഫ്ലോ വന്നു എന്നുള്ള രീതിയിൽ ഒരു സിമ്പിൾ 1 ലൈൻ സാധനമാണ് അവർ ബുക്സിൽ കാണിച്ചത്. ബട്ട് ദാറ്റ് ഈസ് നോട്ട് കറക്റ്റ് അക്കോർഡിംഗ് ടു IA7 സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോസ്. നമ്മൾ എന്താണോ ഈ വർഷം വന്ന ക്യാഷ് ഫ്ലോ മൂവ്മെന്റ് അത് മാത്രം നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ക്യാഷ് ഫ്ലോയിൽ കാണിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ സ്പെസിഫിക്കലി ആ ഡിസ്ക്ലോസർ നോക്കിയിട്ട് എന്താണോ ക്യാഷ് ഫ്ലോ റിലേറ്റഡ് ആയിട്ടുള്ള മൂവ്മെന്റ് അത് നമ്മൾ കണ്ടുപിടിക്കുന്നു, അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഇസ് ക്ലിയർ എവരിവൺ? ആ ലോങ് ടൈം ബോറോയിങ്ങിന്റെ പാർട്ട് ക്ലിയർ ആണോ ഇപ്പൊ എല്ലാവർക്കും? Yes. ഓക്കെ, സോ ഇതേപോലെ ഹൈ ഇൻട്രസ്റ്റ് ബാങ്ക് അക്കൗണ്ട് ഒന്ന് നോക്കിയേ. ജസ്റ്റ് ലുക്ക് ഇൻ ടു ഹൈ ഇൻട്രസ്റ്റ് ബാങ്ക് അക്കൗണ്ട്. അതിൽ അവർ ചെയ്ത മിസ്റ്റേക്ക് എന്താണ്? സോ അവർ ഒരിടത്ത് അവർ എന്ത് ചെയ്തിട്ടുണ്ട്? ദേ ഹാവ് എ ഫിക്സഡ് ഡെപ്പോസിറ്റ്. എത്രയാണ് എമൗണ്ട്? 4 million. So if they cannot withdraw the fund before 30 April 2008, but the money in this account is treated as a cash equivalent in the statement of cash flow because the company believes that the bank would release the fund early if the company was suffering from liquidity issues.
അപ്പൊ അവര് ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിനെ ഒരു ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലന്റ് അല്ലെങ്കിൽ ക്യാഷിന് ഇക്വലന്റ് ആയിട്ടാണ് അവരുടെ ബുക്സിൽ കാണിച്ചിരിക്കുന്നത്. ഈസ് ദാറ്റ് കറക്റ്റ് എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത്. ക്യാഷ് ഇക്വലൻസ് എന്ന് പറയുന്നത് ഹൈലി ലിക്വിഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സിനെയാണ് അല്ലെങ്കിൽ ഹൈലി ലിക്വിഡിറ്റി ഉള്ള നമ്മുടെ ഐറ്റത്തിനെയാണ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസിലേക്ക് അല്ലെങ്കിൽ ക്യാഷ് വി നോ ഇറ്റ്സ് ലിക്വിഡ് ബട്ട് ക്യാഷ് ഇക്വലന്റ് എന്ന് പറഞ്ഞ് കാണിക്കണമെങ്കിൽ ഇറ്റ് ഈസ് ഹൈലി ലിക്വിഡ്, പെട്ടെന്ന് ഇമീഡിയറ്റ്ലി എപ്പോൾ വേണമെങ്കിലും നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആയിരിക്കണം. അങ്ങനെ ഒരു ഐറ്റം ആണോ ഇത്? അങ്ങനെ ഒരു ഐറ്റം ആണോ ഇവിടെ ഈ പറയുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇവിടുത്തെ കാണിച്ചിരിക്കുന്നത്? ടേം ഇൻവെസ്റ്റ്മെന്റ്, റൈറ്റ്? മെച്ചൂരിറ്റി 3 മാസമോ അല്ലെങ്കിൽ 6 മാസമോ ഒന്നും അല്ലല്ലോ. ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് ഹൗ മെനി ഇയേഴ്സ്? മോർ ദാൻ 1 year അല്ലേ? ഫൈൻ. സോ ഇൻ ദാറ്റ് സിനാരിയോ നമ്മൾ പറയാ ഈ പറയുന്ന 4 million ദാറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഷുഡ് നോട്ട് ബി ഷോൺ ആസ് എ ക്യാഷ് ഇക്വലന്റ്. പകരം ആ ഇൻവെസ്റ്റ്മെന്റ് whenever we invest in something, where will you show it? ക്യാഷ് ഫ്ലോയിൽ എവിടെ കാണിക്കും അത്? ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ കാണിക്കുക. സോ ഇറ്റ്സ് ആൻ ഇൻവെസ്റ്റ്മെന്റ്. സോ ഇറ്റ്സ് എ ക്യാഷ് ഔട്ട്ഫ്ലോ ഓർ ഇൻഫ്ലോ? Company pay. So it's like an investment. So we have to show it as an outflow. Then with respect to that investment, or high interest investment ആണെന്ന് പറയുന്നുണ്ട്. So if you are getting any sort of interest, എന്തെങ്കിലും ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻ ബിറ്റ്വീൻ, അത് നിങ്ങൾക്ക് അഗെയിൻ ഒരു ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ തന്നെ ഒരു ഇൻഫ്ലോ ആയിട്ട് കാണിക്കാം. ഫിനാൻസ് കോസ്റ്റ് ആയിട്ട് വരത്തില്ലേ? ഫിനാൻസ് കോസ്റ്റ് എന്തിനാ? ഇൻട്രസ്റ്റ്. വി ഹാവ് ഇൻവെസ്റ്റഡ് ഇൻ എ ബാങ്ക്. നീ ഇപ്പൊ ഒരു FD എടുക്കുവാണ്. സോ അവിടെ എങ്ങനെയാണ് ഫിനാൻസ് കോസ്റ്റ് വരുന്നത്? മനസ്സിലായോ? ആ ലോണും മറ്റേ ലീസ് ലയബിലിറ്റിയുടെ കേസിലായിരുന്നു ഈ പറയുന്ന ഫിനാൻസ് എന്ന് പറഞ്ഞ സിറ്റുവേഷൻ. ഓക്കെ, ഇതിപ്പോ നമ്മൾ ഹൈ ഇൻട്രസ്റ്റ് ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയിട്ടാണ് ചിന്തിക്കുന്നത്. Okay, so there it's like an investing cash flow. We have to show it as an outflow in our investing cash flow. And if you are receiving any sort of interest receipts ഒക്കെ കിട്ടുവാണെങ്കിൽ we can show it as an inflow under your investing activity. Clear ആണോ? Is it clear everyone? Now look into the ethical issue. So ഇവിടുത്തെ ethical issue എന്താന്ന് നോക്കിയേ. To the second question. Abasi, it's a question from March, June 2004. So again, that includes some current issues, I mean accounting issues as well as ethics. So using Exhibit 1, discuss how 0.5 million receipt from Mr. Payne and crowdfunding should be treated in the financial statements for the year ended. That is for 10 marks. So that is what your first exhibit talks about. Then we'll move to the ethics part. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ആ ഇൻട്രഡക്ഷൻ ഒന്ന് വായിച്ചിട്ട് we can look into exhibit number 1. So just quickly go through it. Read the introduction and read first exhibit of question number 21. First exhibit. So there is some element of crowdfunding, right? So here Abbasi is a new company where Mavic, the qualified accountant, occupies the role of both finance director and production director. And there is a technical director, Mr. Payne, and both of them hold shares equally in Abbasi company. According to exhibit number 2, it's mentioned clearly that the shares are held equally by two directors, Mr. Mavic and Mr. Payne. So Abbasi received 0.5 million from Mr. Payne, technical director, to develop the Solo. And there is no specific repayment date, but although Mr. Payne can demand the repayment of 0.5 million at any time. So how will you account for it? So as per the contract, do we have an obligation to repay this amount? Yes. Yes. So as per IAS 32, how will you account for it? Liability.
Yes, we have to consider it's a contract liability, and we can say it's like a non-market terms liability എന്ന് പറയാം, because they are not talking about any interest or something like that. So നമ്മൾ അതിന്റെ ഫെയർ വാല്യൂ, ഒരു കൈൻഡ് ഓഫ് ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാത്ത ഒരു ലയബിലിറ്റി ആയതുകൊണ്ട് അതിന്റെ ഫെയർ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യാൻ നോക്കുക. സോ ഹൗ വിൽ യു ഡിറ്റർമൈൻ ദ ഫെയർ വാല്യൂ? ഞാൻ എപ്പോഴും പറഞ്ഞു, ഇപ്പോൾ മാർക്കറ്റ് റേറ്റിലുള്ള ഇൻട്രസ്റ്റ് ആണെങ്കിൽ നമുക്ക് ആ കിട്ടിയ ക്യാഷിനെ അതേപോലെ തന്നെ എന്ത് ചെയ്യാം, വി ക്യാൻ അക്കൗണ്ട് ഇറ്റ് ആസ് ദ ഫെയർ വാല്യൂ ഓഫ് ദറ്റ് ലോൺ. അതിപ്പോൾ അസറ്റ് ആണെങ്കിൽ ലയബിലിറ്റി ആണെങ്കിൽ. പക്ഷേ ഇവൻ ദ ഇറ്റ്സ് എ ലയബിലിറ്റി, നമ്മൾ ഫ്യൂച്ചറിലാണ് റീപേ ചെയ്യുന്നത്. ഇൻ ബിറ്റ്വീൻ വി ആർ നോട്ട് പേയിങ് എനി ഇൻട്രസ്റ്റ്. അപ്പോൾ എന്നാണ് നമുക്കിത് റീപേ ചെയ്യേണ്ടി വരുന്നത്? സോ ആ റീപേയ്മെന്റ് ഡേറ്റിനെ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യുക, ആൻഡ് വിൽ ഡിസ്കൗണ്ട് അറ്റ് എ നോർമൽ ബാങ്കിങ് റേറ്റ്. ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ബോറോയിങ് റേറ്റ് എന്താണോ ആ ബോറോയിങ് റേറ്റിൽ നമ്മൾ ഈ പറയുന്ന 0.5 മില്യനെ ഡിസ്കൗണ്ട് ചെയ്തിട്ട് അത് വേണം നമ്മുടെ ലയബിലിറ്റിയുടെ ഫെയർ വാല്യൂ ആയിട്ട് ബുക്സിൽ കാണിക്കാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് പാർട്ടാണ് നമ്മൾ മെയിൻലി ആൻസറിൽ ഡിസ്കസ് ചെയ്യേണ്ടത്. ഒന്ന്, ആസ് പെർ IAS 32 ഹൗ വിൽ യു അക്കൗണ്ട് ഫോർ 0.5 മില്യൺ, ദാറ്റ് ഈസ് ഇറ്റ്സ് എ ഫിനാൻഷ്യൽ ലയബിലിറ്റി. സോ അത് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് യു ക്യാൻ ആക്ച്വലി ഡിസ്കസ് ദ ഡെഫിനേഷൻ ഓഫ് IAS 32 there. വൺസ് വി റെക്കഗ്നൈസ് ഇറ്റ് ആസ് എ ലയബിലിറ്റി, പിന്നെ അതിന്റെ മെഷർമെന്റും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്ന IFRS 9 പ്രകാരമാണ്. സോ ഹിയർ ദിസ് ഈസ് ഹാപ്പനിങ് അറ്റ് നോൺ മാർക്കറ്റ് ടേംസ്. ഓക്കെ, കാരണം ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാത്തൊരു ലയബിലിറ്റി ആണ്. സോ എന്താണ് നമ്മൾ ഫ്യൂച്ചറിൽ പേ ചെയ്യാൻ പോകുന്ന എമൗണ്ട്, അതിന്റെ പ്രസന്റ് വാല്യൂ എടുക്കുക. സോ ദാറ്റ് പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ വിൽ ബി കൺസിഡർഡ് ഇസ് കറന്റ് ഫെയർ വാല്യൂ ഓഫ് ദ ലയബിലിറ്റി. ഇനി ആ പ്രസന്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന റേറ്റ് എന്തായിരിക്കും? ദാറ്റ് വിൽ ബി ദ റേറ്റ് വിച്ച് ഈസ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. റീപേയ്മെന്റ് ഡേറ്റ് തന്നിട്ടില്ല, ബട്ട് വി ക്യാൻ ജസ്റ്റ് സേ ദാറ്റ് മേ ബി ഒരു 1 year 2 year ഒരു അസംപ്ഷൻ ഫിഗർ എടുക്കാം. Now, with respect to crowdfunding, because they are taking fund from the customers to develop the product, അല്ലേ? So how much they are taking up? Almost 2.4 million raise ചെയ്തിട്ടുണ്ട്. So crowdfunding കേസ് ഞാൻ പറഞ്ഞു, in respect of that fund, if you are offering some rewards or services, ആ കിട്ടുന്ന ഫണ്ടിനെ നമുക്ക് എന്തായിട്ട് കൊണ്ടുവരാം? ക്രൗഡ് ഫണ്ടിങ്ങിൽ ഡെബിറ്റ് ക്യാഷ്, അത് ക്രെഡിറ്റ് എങ്ങോട്ട് പോകും? റവന്യൂയിലേക്ക് കൊണ്ടുവരാം, അല്ലേ? In return, we are giving some goods or service to the customer. So what we are offering here for the customer, each contributor donated 300 to the campaign. In exchange was promised a drone once production was complete. But in return, avarku product kodukana parna, which is actually the drone. So as of now, have they completed that performance obligation? No. ഇല്ല. സോ കറന്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ കിട്ടിയ 2.4 ഇപ്പോ റവന്യൂയിലേക്ക് കൊണ്ടുപോകല്, ബിക്കോസ് വി ഹാവൻ കംപ്ലീറ്റഡ് ദ പെർഫോമൻസ് ഒബ്ലിഗേഷൻ. ബിക്കോസ് പെർഫോമൻസ് ഒബ്ലിഗേഷൻ ഇസ് നോട്ട് സാറ്റിസ്ഫൈഡ് ഓവർ ദ ടൈം ആസ് വെൽ. ആ പ്രൊഡക്റ്റ് നമ്മൾ ഡെലിവറി ചെയ്യുവാണ്. സോ പെർഫോമൻസ് ഒബ്ലിഗേഷൻ ഇസ് സാറ്റിസ്ഫൈഡ് അറ്റ് ദ പോയിന്റ് ഓഫ് ടൈം വെയർ ആക്ച്വലി ദ പ്രൊഡക്റ്റ് ഗെറ്റ്സ് ഡെലിവേർഡ്. ഓക്കെ, സോ അവിടെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ 2.4 മില്യൺ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഹൗ വിൽ യു അക്കൗണ്ട് ഫോർ 2.4 മില്യൺ? That will be accounted as a contract liability. കാരണം ക്യാഷ് കിട്ടി, പക്ഷെ ആസ് പെർ ദ കോൺട്രാക്ട് നമ്മൾ പെർഫോമൻസ് ഒബ്ലിഗേഷൻ ഡെലിവറി ചെയ്തിട്ടില്ല. സോ വിൽ അക്കൗണ്ട് ദിസ് 2.4 മില്യൺ ആസ് എ കോൺട്രാക്ട് ലയബിലിറ്റി ആസ് പെർ IFRS 15. ക്ലിയർ ആണോ? And the cost incurred till date for the crowdfunding contributors, which was around 1.5 million, അതിനെ ഒരു ഇൻവെന്ററി ആയിട്ട് അക്കൗണ്ട് ചെയ്യുക. കോസ്റ്റ് ഓഫ് ഇൻവെന്ററി എന്നുള്ള രീതിയിൽ ആ എമൗണ്ട് അക്കൗണ്ട് ചെയ്യുക. So that's how we'll account for that 2.4 million and 1.5 million. Clear ആണോ? Is it clear everyone? അപ്പോൾ രണ്ട് ഏരിയാസ് ആണ് നമ്മളോട് ഫോക്കസ് ചെയ്തത്. ഒന്ന് കിട്ടിയ 0.5 million ഫ്രം ദ ഡയറക്ടർ, ഹൗ വിൽ യു അക്കൗണ്ട് ഇറ്റ്? വിൽ അക്കൗണ്ട് ഇറ്റ് ആസ് എ ലയബിലിറ്റി, ഫിനാൻഷ്യൽ ലയബിലിറ്റി ആസ് പെർ IAS 32. Second one was with respect to that fund we received or collected from customers itself. So in return we are providing a product, so we can account it as part of IFRS 15. പക്ഷേ ഉള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്തതുകൊണ്ട് ആ കിട്ടിയ ക്യാഷിനെ ആസ് ഓഫ് നോ എന്തിലോട്ട് കീപ്പ് ചെയ്യാം? വി ക്യാൻ കീപ്പ് ഇറ്റ് ആസ് എ കോൺട്രാക്ട് ലയബിലിറ്റി ഫോർ ദ ടൈം ബീങ്. ഓക്കെ, അതിന്റെ ഡെവലപ്മെന്റ് കോസ്റ്റ് എന്താണോ ആയത് അത് ഇൻവെന്ററിയിലേക്ക്, ഇൻവെന്ററി IAS 2 എന്ന് പറഞ്ഞ ഇൻവെന്ററിയിലേക്ക് അക്കൗണ്ട് ചെയ്യുക. സോ ദാറ്റ് വിൽ ബി അക്കൗണ്ട് ആസ് എ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിംഗ് ദാറ്റ് ഇൻവെന്ററി. So 1.5 million will be accounted as a inventory as per IAS 2. Clear ആണോ?
അല്ല ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോവല്ലേ ചെയ്തത്. സോ 1.5 million നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്നു, ഡെബിറ്റ് ഇൻവെന്ററി. ഓക്കെ, ഫൈൻ. Now look into the ethical issue. ഇവിടെ കുറച്ച് കൂടുതൽ ethical issue ഉണ്ട്. So we have to discuss the ethical issue raised by Mr. Mavik's action regarding the crowdfunding campaign and the subsequent manufacture of solo drones. So it is for 8 marks and 2 marks ethics. So എപ്പോഴും ഒരു 10 marks to 12 marks നമുക്ക് ഈസിലി കിട്ടും ethical issue. ഞാൻ ലാസ്റ്റ് ക്വസ്റ്റിലും പറഞ്ഞു. So just go through it. നമ്മൾ മുമ്പേ ചെയ്ത പോലെ തന്നെ ഇവിടെ അക്കൗണ്ടിങ് ഇഷ്യൂവിന് പകരം ഐഡന്റിഫൈ ദാറ്റ് ethical issue, what sort of characters that they breach, അല്ലെങ്കിൽ ഏത് എലമെന്റ് ആണ് നമ്മൾ ബ്രീച്ച് ചെയ്ത് നോക്കുക. ഒബ്ജക്ടിവിറ്റി ആണോ, ഇന്റഗ്രിറ്റി ആണോ, സെൽഫ് ഇൻട്രസ്റ്റ് ത്രെറ്റ് ആണോ, അല്ലെങ്കിൽ ലാക്ക് ഓഫ് കോമ്പിറ്റൻസ് ആണോ. സോ വി ഹാവ് ടു ഐഡന്റിഫൈ ദാറ്റ്. അപ്പൊ അതിനെ എങ്ങനെ സോൾവ് ചെയ്യാം, ബിക്കോസ് എത്രയും 8 marks ആയതുകൊണ്ട് വി ഹാവ് ടു ഡിസ്കസ് മോർ. ഓക്കെ, സ്വസ്ഥനേരി ഒന്ന് വായിച്ചു നോക്കി. വാട്ട് ആർ ദ എത്തിക്കൽ ഇഷ്യൂ ഹിയർ? It's a lack of quality in the product and they are misleading it. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് ഒരു പ്രോപ്പർ ഐഡിയ കിട്ടുന്നില്ല. സോ ഇതുകൊണ്ടൊക്കെയാണ് ക്രൗഡ് ഫണ്ടിങ് പ്ലാറ്റ്ഫോംസ് ഒന്നും ഇന്ത്യയിൽ അത്ര ഓപ്പൺ ആവാത്തത്. ബിക്കോസ് നമ്മൾ ജസ്റ്റ് നമ്മുടെ പ്രോട്ടോടൈപ്പിന്റെ വീഡിയോ മാത്രം വെച്ചിട്ടാണ് ഇവരൊക്കെ ഫണ്ട് റേസ് ചെയ്യുന്നത്, നോട്ട് ഈവൻ ബൈ സീയിങ് ദ പ്രൊഡക്റ്റ്. അപ്പോൾ ഇറ്റ് ക്യാൻ ക്രിയേറ്റ്സ് ദിസ് കൈൻഡ് ഓഫ് ഫ്രോഡ്സ്. ഓക്കെ, സോ അതാണ് ഇപ്പോൾ ഇവിടെ മെയിൻലി ഒരു ലാക്ക് ഓഫ് ഒബ്ജക്ടിവിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. സോ ഇതിന്റെ നമുക്ക് ഡിസ്കഷൻ പാർട്ട് ഒന്ന് നോക്കാം തിയറിയിൽ. നമ്മൾ പറഞ്ഞ പോയിന്റ്സ് തന്നെയാണ് മെയിൻലി. So ethics in the from the outset there has been lack of integrity. Yes, we discussed honest അല്ലാത്തൊരു behavior ആണ് പുള്ളി കാണിക്കുന്നത്. Displayed by Mr. Matt. He should have been straightforward and honest in business relation with the contributors. Integrity also means that should not have knowingly been associated with misleading information. So the solo drone was advertised at the trade show where it was not capable of performing adequately, and he know that crowdfunding campaign video was misleading as to the existing capabilities and readiness of the Solo. The fact that Mr. Mavic honestly thought the company would be able to develop and produce Solo by the estimated delivery date does not mitigate the fact that he know the company was doing something misleading to the contributors. So even though പുള്ളി ഇന്റൻസ്ലി ചെയ്താണെങ്കിലും ബട്ട് ഹി നോ ദാറ്റ് വീഡിയോസിൽ പറഞ്ഞതും പുള്ളി ചെയ്യാൻ ഉദ്ദേശിച്ചതും തമ്മിൽ എന്തായാലും ആ ഡിഫറൻസ് ഉണ്ട്. The communication from him to the contributors were regular and honest, however they were not complete. അപ്പോൾ നമ്മളെപ്പോഴും പഠിച്ചൊരു ക്യാരക്ടറാണ്, FSൽ വേണ്ട ഒരു ക്യാരക്ടറാണ് എന്ത്, കംപ്ലീറ്റ്നെസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. ഓക്കെ, അപ്പോൾ ആ കംപ്ലീറ്റ്നെസ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ട്, മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്, ബട്ട് നോട്ട് ദ ആക്ച്വൽ ഇൻഫർമേഷൻ. റിഫ്ലക്റ്റഡ് എ ലാക്ക് ഓഫ് അവയർനെസ് ഓഫ് ദ പ്രോബ്ലം ഓഫ് ദ കമ്പനി വാസ് ആക്ച്വലി ഫേസിംഗ്. So this demonstrated lack of professional competence as due care, because as a accountant നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ട്രാൻസ്പെറൻസി കീപ്പ് ചെയ്യുക എന്നുള്ളത്. പുള്ളി അത് ചെയ്തിട്ടില്ല. So financial pressures led Mr. Mavic to sit Sol drones to favor new customers. കാരണം പുതിയ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അഡീഷണൽ റവന്യൂ സോഴ്സ് ആയിട്ട് പുതിയ ആൾക്കാരിലേക്ക് ഇത് വിറ്റു. പക്ഷെ അവിടെ വന്ന ഇഷ്യൂ എന്താണ്, അവരെയും അത് റിട്ടേൺ വന്നു എന്നുള്ളത് തന്നെയാണ് സംഭവിച്ചത്. As you have seen in the question, it's actually got refunded. അപ്പോൾ customers ഒക്കെ തന്നെ അത് തിരിച്ചയച്ചു because of the problems. They are not happy with the product. Mr. Maverick knew that Solotrons were not functional while shipping to new customers was earning revenue. A significant amount of revenue was being refunded because of the poor quality of the drone. This again showed a lack of objectivity and professionalism dealing with customers as well. So Mavic made a serious error in committing the business to extremely high initial level of component parts in absence of proven production models. So also the cost of producing Solo has increased by 300%, but he naively felt that this cost would ultimately be covered by the monies raised by crowdfunding. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് ഒരു മണി ചെയിൻ പോലെ വീണ്ടും ഫണ്ട് റേസ് ചെയ്യാന്നുള്ളതാണ് പുള്ളിയുടെ ഒബ്ജക്റ്റീവ്. ഈസ് നോട്ട് റെഡി ടു കറക്റ്റ് ഹിംസെൽഫ്. സോ ഈ ഷുഡ് ഹാവ് പ്രൊഡ്യൂസ് എ ക്യാഷ് ബഡ്ജറ്റ് വിച്ച് ഹാവ് ഇൻഡിക്കേറ്റ് എ ക്യാഷ് ഷോർട്ട് ഫോൾ ആൻഡ് ഇൻ ക്യാഷ് റിക്വയർഡ് ടു സോളോ. അപ്പോൾ മാനേജ്മെന്റ് രീതിയിലും പുള്ളി ഒന്നും ഫ്യൂച്ചർ ഫോർകാസ്റ്റ് ഒന്നും ചെയ്യാത്തതുകൊണ്ടാണ് പുള്ളിക്ക് ഇങ്ങനത്തെ ഒരു ക്യാഷ് ഫ്ലോ ഡിഫിക്കൽട്ടീസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടി വന്നത്. The fact that Mr. Mavic awarded himself like a market-based salary and leased an executive car for himself is not an issue unless he felt that company was going to have a suffer financial problem. അപ്പോൾ ഇത്രയും ഒരു ഫിനാൻഷ്യൽ ബർഡനിലേക്ക് കൺസിലേക്ക് പോകുന്ന സമയത്ത് അല്ല പുള്ളി പറഞ്ഞ സാലറി എടുക്കേണ്ടതും അല്ലെങ്കിൽ ലക്ഷറി കാറും കാര്യങ്ങളിലേക്കൊക്കെ പോകേണ്ടത്. സോ
as at 31st December 2007, there were no signs of sustained extravagance or criminal fraud, which would lead to conclusion that Mr. acted in a honest manner, but he lacked integrity, objectivity and professional competence. അപ്പോൾ ഒരു വലിയ ക്രിമിനൽ കേസ് ഒന്നും ചെയ്തു എന്നുള്ളതല്ല, ബട്ട് അക്കോർഡിംഗ് ടു അവർ ACCA കോഡ് ഓഫ് എത്തിക്സ് ഒക്കെ വെച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ കുറെ കോഡ്സ് പുള്ളി എന്ത് ചെയ്തിട്ടുണ്ട്, വയലേറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ? അപ്പോൾ ഇതൊക്കെ മാക്സിമം നമ്മൾ ബ്ലഫ് ചെയ്ത് എഴുതുന്നത് തന്നെയാണ് നിങ്ങളുടെ സ്കിൽ ഇവിടെ. ഇറ്റ്സ് നോട്ട് അബൌട്ട് ഹാവിങ് ദാറ്റ് ടെക്നിക്കൽ നോളജ് ഓർ നോളജ് ഫ്രം യുവർ ടെക്സ്റ്റ് ബുക്ക്. പക്ഷെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഗോ ത്രൂ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇൻ ദ കമ്മിങ് ഡേയ്സ് ഐ ഓൾവേസ് സേ ദാറ്റ് ലൈക്ക് യു ഹൗ യു റീഡ് എ ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ, ഈ എത്തിക്സിന്റെ സാധനം ഇങ്ങനെ വായിച്ചുകൊണ്ടേ ഇരിക്കുക, സോ ദാറ്റ് യു വിൽ ഗെറ്റ് യൂസ് ടു വിത്ത് ദ വേർഡിങ്സ് ആൻഡ് ദ കണ്ടന്റ്. അപ്പൊ അല്ലാതെ ഇവിടെ നിന്ന് നമുക്ക് കുറെ പുതിയ കാര്യങ്ങൾ പഠിക്കാനില്ല. ഐ ജസ്റ്റ് ഡൺ ദിസ് ക്വസ്റ്റ്യൻസ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഹൗ ടു ഡ്രാഫ്റ്റ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആ നോളജ് പാർട്ടിനേക്കാളും നിങ്ങളുടെ റൈറ്റിംഗ് സ്കില്ലാണ് ഇമ്പോർട്ടൻ്റ്ലി വേണ്ടത്. എത്തിക്കൽ ഇഷ്യൂസ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. യു നീഡ് ടു വറി, ഡോണ്ട് നീഡ് ടു വറി അബൌട്ട് ദാറ്റ് എക്സാക്ട് എത്തിക്കൽ ഇഷ്യൂ ആണ് ഞാൻ പറയുന്നതൊന്നും വിചാരിക്കണ്ട. കാരണം അതൊക്കെ ഓഡിറ്റിലും MCQs ഒക്കെ ചെയ്യുമ്പോഴാണ് അങ്ങനത്തെ പേടിയൊക്കെ. നമ്മൾ എടുക്കുന്ന ഇഷ്യൂ കറക്റ്റ് ആയിരിക്കണം. ഇവിടെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഓൾമോസ്റ്റ് എല്ലാത്തിനും ലാക്ക് ഓഫ് ഒബ്ജക്ടിവിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി, ലാക്ക് ഓഫ് പ്രൊഫഷണൽ കോമ്പറ്റൻസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അത് പുഷ് ചെയ്തങ്ങ് എഴുതിയാൽ മതി. അതിന്റെ വാലിഡ് പോയിന്റ്സും സപ്പോർട്ട് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ യു ക്യാൻ സ്കോർ ദ മാർക്സ്. പിന്നെ ഇവിടെ സ്പെസിഫിക്കലി ആക്ഷൻസ് ഒന്നും ചോദിച്ചിട്ടില്ല, സോ ദേ ഡിസ്കസ്ഡ് മോർ അബൌട്ട് ദ എത്തിക്കൽ ഇഷ്യൂസ് ഇറ്റ്സെൽഫ്. ക്ലിയർ ആണോ? ഈ ക്വസ്റ്റ്യൻസ് ക്ലിയർ ആണോ മക്കളെ? Yes, sir. Yes. So we'll do another question. Let's look into question number 22. So again, ethical issue on the first part. Second part is discussing about operating segment IFRS 8. Okay. So that's another important standard. It's a theory standard, but again, it's a very easy standard as well. So use exhibit number 1 to discuss the ethical issue. So ഇവിടെ ആദ്യം ethical issue ആണ്. So just go through it. എന്താണ് ഇവിടുത്തെ ethical issue നോക്കിയേ. Question number 22 ഒന്ന് വായിച്ചേ. Who is doing the fraud here? അല്ലെങ്കിൽ ആ ethical issue mainly ആരുടെ ഫോക്കസ് ചെയ്ത് പറയാനാ പറഞ്ഞേക്കുന്നത് റിക്വയർമെന്റിൽ? ഡിസ്കസ് എത്തിക്കൽ ഇഷ്യൂ കോസ്ഡ് ബൈ കറന്റ് ബിസിനസ് സിറ്റുവേഷൻ. ആരുടെ സൈഡിൽ നിന്നാണ് മെയിൻലി ഒരു കൈൻഡ് ഓഫ് ഇഷ്യൂസ് നിങ്ങൾക്ക് തോന്നിയത്? Finance director. Finance director. So finance director is not a permanent employee, but is paid on a consultancy basis. He is currently on a 6 months contract. The CEO is a personal friend of FD. She recommended him to the board. The FD and the CEO and both are ACCA members itself. അപ്പോൾ ACCA members എന്ന് പറയുമ്പോൾ തന്നെ they have to follow the code of ethics. So Dario currently has a cash flow problem, and CEO has asked FD that if he is prepared to reduce his current fee by 50%. So the FD's contract is due for renewal in the next month. So CEO also has recently spoken to the FD and stated that this contract is more likely to be renewed if he is prepared to take a fee reduction. So she also said that if he needs his support, then as a friend she will help him. So the FD is upset by the fee request as no further director has taken a cut in their salary. So he is currently undertaking the going concern review of Dario, but she has decided not to complete his report until he considered his position with Dario company. The FD's findings will also form as a part of a submission of government for funding and will be shared with the external auditors as well. So he knows that the current cash flow position would indicate the company is not a going concern. And if he submitted his report, there would not be no government funding as well. So there is also a possibility that financial statements would receive a qualified audit report and see he is considering overstating future potential returns on the investment as well. So എന്താണ് ഇവിടുത്തെ മേജർ ഇഷ്യൂസ്? നെക്സ്റ്റ് പാരഗ്രാഫിൽ നോക്കുവാണെങ്കിൽ there is some റിമോട്ട് വർക്കിന്റെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ദ ഫസ്റ്റ് പാരഗ്രാഫ് ഇവിടുത്തെ മെയിൻ ഇഷ്യൂസ് എന്തൊക്കെയാ? എത്തിക്കൽ ഇഷ്യൂ എന്താ നമുക്ക് പറയാൻ പറ്റുന്നത്? Self-interest threat, familiarity threat. Yes, self-interest threat ഉണ്ട് because it's considering their salary and their long-term association with the company.
then even they are not producing the report. എന്തുകൊണ്ടാണ് റിപ്പോർട്ട് പ്രൊഡ്യൂസ് ചെയ്യാത്ത? ബിക്കോസ് കറണ്ട് ക്യാഷ് ഫ്ലോ പൊസിഷൻ ഗോയിങ് കൺസേൺ അല്ലെങ്കിൽ ഫർദർ ഫണ്ടിങ്ങും കാര്യങ്ങളൊന്നും ഗവൺമെന്റ് സൈഡിൽ നിന്ന് കിട്ടത്തില്ല. And there is also a possibility that financial statements will receive a qualified audit report. So what do you mean by qualified audit report? നല്ലതാണോ അതോ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളതാണോ? ക്വാളിഫൈഡ് ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ആ ഓഡിറ്റ് ഒക്കെ കഴിഞ്ഞാലല്ലേ പറഞ്ഞേ? ഇഷ്യൂസ് ഉള്ള യെസ്, നമ്മുടെ ആ എഫ്എസിൽ എന്തായാലും അവർ ഇഷ്യൂസ് കണ്ടുപിടിക്കും. സോ ഇഫ് ഇഷ്യൂസ് കണ്ടുപിടിക്കുന്നതാണെങ്കിൽ നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഓഡിറ്റ് റിപ്പോർട്ടാണ് എന്ത്? ക്വാളിഫൈഡ് ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. സോ അത് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഈസ് ഈവൻ കൺസിഡറിങ് ഓവർ സ്റ്റേറ്റിംഗ് ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ റിട്ടേൺസ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്. എന്തുകൊണ്ടാ? Again, to attract the government funding ആയിരിക്കും. So he's trying to overstate the financial statement അല്ലെങ്കിൽ financial returns as well. So in addition, ബാക്കിയുള്ള issues നോക്കുകയാണെങ്കിൽ many of the accounting staff were remote employees, meaning that they were working from home rather than working in the office. So FD is worried about the possibility of data theft. So unfortunately, he does not have the skills, nor does the area have the capacity to undertake the widespread indication to this issue. Given the current request to reduce his fee and the cash flow situation, he also does not have the incentive to deal with the potential data theft or inform the board to enable them to address the potential problem. However, he has asked the Information Technology Department to add productivity monitoring software to all remote employees' computers without their permission and knowledge. Any employees who spend time on non-business website will be immediately disciplined. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവരെടുത്ത മെഷർ കറക്റ്റ് ആണോ? ആ പ്രൊഡക്ടിവിറ്റി മോണിറ്ററിംഗ് സോഫ്റ്റ്വെയർ അവർ ഇൻസ്റ്റാൾ ചെയ്തു, ബട്ട് വിത്തൗട്ട് ദ പെർമിഷൻ ആൻഡ് നോളജ് ഓഫ് ദ എംപ്ലോയീസ് ആണ്. അപ്പോൾ എംപ്ലോയി പ്രൊട്ടക്ഷൻ ആക്ടും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ അതും എത്തിക്കലി കറക്റ്റ് ആയിട്ടുള്ള കാര്യമല്ല. അഗെയിൻ ദേ ഡോണ്ട് ഹാവ് ഇനഫ് സ്കിൽ ടു മോണിറ്റർ ദിസ് പാർട്ട് എന്ന് പറയുന്നതും ലാക്ക് ഓഫ് കോമ്പീറ്റൻസിനകത്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ബിക്കോസ് ദേ ഡോണ്ട് ഹാവ് ഇനഫ് നോളജ് or skills to investigate this issue further എന്ന് പറയുന്നുണ്ടല്ലോ. So that shows again a lack of competence or due care from the FD as well as from the REO company. Clear ആണോ? Yes. So ആ issues അവർ explain ചെയ്തേക്കാൻ നമുക്ക് നോക്കാം. So just go through it. So one area of concern is the maintaining the independence in decision making because close friend ആണ്. So ആ ഒരു സെൽഫ് ഇൻട്രസ്റ്റ് എന്തായാലും വരാൻ സാധ്യതയുണ്ട്. And this pressure has resulted in FD not submitting his going concern review to the board. This could result in lack of professional skepticism by the FD and a delayed review of the situation by the board. The consequence is that subsequent disclosure of going concern issue may be too late to save the company as well. So this is not because FD is unaware of the need of disclosure, but because of his non-disclosure due to pressure that he is under. His personal friendship with CEO resulted in an offer for support, and this may have compromised his objectivity. അപ്പോൾ ലാക്ക് ഓഫ് ഒബ്ജക്റ്റിവിറ്റി ഉണ്ട്, ബിക്കോസ് വാട്ട് ഈസ് സപ്പോസ് ടു ഡു ഹീസ് നോട്ട് റെഡി ടു ഡു ഇറ്റ്. പുള്ളിക്കാരൻ അറിയാം അത് ചെയ്യണം എന്നുള്ളത്, ലാക്ക് ഓഫ് നോളജ് കൊണ്ടല്ല. ദ പ്രഷർ ഓൺ ക്യാഷ് ഫ്ലോ cannot be allowed to cloud the finance FD's judgment when preparing and presenting information accurately without misleading in any way. The challenge has arisen because of the need to present a submission to the government for funding. അപ്പോൾ ഗവൺമെന്റ് സൈഡിൽ നിന്ന് ഫണ്ടിങ് ഒക്കെ കിട്ടുന്നതുകൊണ്ടാണ് അവരിത് സബ്മിറ്റ് ചെയ്യാൻ ഒരു ഡിലേ കാണിക്കുന്നത്. So there is advocacy threat also comes here, can create the potential of biased information as FD is considering overstating future potential returns. So a company favor either they are ready to make a return to convince the government for funding. So information must present in true nature of the business activity, and the fundamental principle of integrity of professional accountant is critical here. പിന്നെ റിസ്ക് ഓഫ് ഡേറ്റ തെഫ്റ്റ് ആയിരുന്നു, ബിക്കോസ് ദോസ് ഹു ആർ വർക്കിംഗ് റിമോട്ട് അവിടെ ഡേറ്റ തെഫ്റ്റിന്റെ കേസ് ഉണ്ട്. In FD's case, there are competence and due care issues which because have potentially led to lapse in the assessment of internal controls of government structures. Also, personal integrity is extremely important with dealing with such challenges. It's also vital for him to recognize the importance of sharing his concern with the board to enable the decision makers to address this problem. Current data theft എന്ന് പറയുന്നതൊക്കെ considering the current market scenario is really important.
And FD wishes to implement the productive monitoring software to determine how well the employees are working. But this is again an unethical practice because he wishes to implement this change without the knowledge or agreement of employees. So ഇതൊക്കെയാണ് overall situations that shows the lack of professionalism and integrity from the side of FD. Clear ആണോ? So almost, I mean to say that almost every ethics question is easy if you are able to bluff it to a certain extent, but using some relevant points. But almost എല്ലാത്തിലും വരുന്ന ethics issues ഒക്കെ എന്താണ്? സെയിമും ആണ്. സോ പിന്നെ ആകെ അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള നോളജ് എനിവേ യു ഹാവ് ഇറ്റ്. അപ്പോൾ ബട്ട് എത്തിക്സിന്റെ പാർട്ട് മാത്രമായിട്ട് ഈസിലി യു ക്യാൻ ഗെറ്റ് സം 8 to 10 മാർക്സ് ഈസിലി. അപ്പോൾ അതെന്തായാലും സ്കോർ ചെയ്യുക. ഓക്കെ. സോ ബാക്കി ക്വസ്റ്റ്യൻസ് എനിക്ക് നമ്മൾ ക്ലാസ്സിലും ചെയ്തതാണ്, അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസ് അതൊന്ന് റിവേഴ്സ് ചെയ്യുക. സോ ഇത്രയായിരുന്നു ലേറ്റസ്റ്റ് 2024 ചില ക്വസ്റ്റ്യൻസ് വിച്ച് ഇസ് ലെഫ്റ്റ് ടു ഡു. ബട്ട് ഇപ്പോൾ ലാസ്റ്റ് ചെയ്തത് എനിക്ക് തോന്നുന്നു ക്ലാസ്സിൽ നമ്മൾ ചെയ്തത് തന്നെ. സോ ഇനി അങ്ങോട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതൊക്കെ ഫസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യനാണ്. സോ ജസ്റ്റ് റിവേഴ്സ് ഇറ്റ്. ഇപ്പൊ ഗ്രൂപ്പ് ഇമ്പോർട്ടൻ്റ് ആയതുപോലെ തന്നെ എത്തിക്സും നമ്മൾ ഇനി അങ്ങോട്ടുള്ള ദിവസം എന്ത് ചെയ്യുക, ഇതേപോലെ ഓരോ എത്തിക്സിന്റെ സെനാരിയോ ഒന്ന് വായിക്കുക. അത് നിങ്ങൾക്ക് തോന്നുന്ന പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്തിട്ട് അതെങ്ങനെയാണ് എഴുതിയിരിക്കുന്നതെന്നൊന്ന് ബാക്കിലെ ആൻസർ വായിച്ചാലും മതി ടു ഗെറ്റ് എ ബോട്ടർ ഐഡിയ അബൌട്ട് ഹൗ ടു പ്രസന്റ് ഇറ്റ് ഇൻ ദ പേപ്പർ. ഓക്കെ. അല്ലാതെ ഇവിടെ നിങ്ങൾ കൂടുതൽ ടെക്സ്റ്റ് ബുക്ക് നോളജ് അല്ല ഈ ഏരിയാസ് ആൻസർ എഴുതുമ്പോൾ നിങ്ങൾക്ക് വേണ്ടത്. ഇറ്റ്സ് എ ഈസി മാർക്സ് ഫോർ യു. ദാറ്റ് 8 to 10 മാർക്സ് ഇസ് എൻ ഈസി മാർക്സ്. ആ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് മാത്രം ഉണ്ടായാൽ മതി എത്തിക്കൽ ഇഷ്യൂവിനെ പറ്റിയിട്ട്. ഐ നോ ലൈക്ക് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ഓഡിറ്റ് ആൻഡ് ഓൾ നിങ്ങൾക്ക് ഈസിലി അത് മനസ്സിലാവും എന്താണ് ഇവിടുത്തെ എത്തിക്കൽ ഇഷ്യൂ എന്നുള്ളത്. അപ്പോൾ അത് കറക്റ്റായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുള്ളതാണ് ഇവിടുത്തെ ചലഞ്ച്. ഓക്കെ.